മൈ ചാനൽ. അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് എയർപോർട്ട് വീഡിയോ ആണ്. നമ്മൾ അനിയനെ വിളിക്കാൻ പോവാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റെയർ മീഡിയ ബൈ അഞ്ജന രാജ്. റെയർ മീഡിയ ബൈ അഞ്ജന രാജ്. റെയർ മീഡിയ ബൈ അഞ്ജന രാജ് പറ. ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് എയർപോർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചേട്ടൻ്റെ അനിയൻ്റെ വൈഫിനെ വിളിക്കാൻ പോയതാണ്. കാരണം ഡെലിവറി ടൈം ഒക്കെ അടുത്തിരിക്കാൻ നിങ്ങൾ വീഡിയോ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വിളിക്കാൻ പോകുന്നത് ചേട്ടൻ്റെ അനിയനെയാണ്. അപ്പോൾ ഗായ്സ്, ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിപ്പോൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ചേട്ടൻ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ ആണേലും. ചേട്ടൻ കുഞ്ഞിനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇതിനെ കണ്ടിട്ട് ഇപ്പം 1.5 വർഷം ആവുന്നു. അപ്പം നമ്മുടെ പുതിയ കുഞ്ഞ് വന്നിട്ട് 1 മാസം ആവുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം എല്ലാവരും കാണാൻ പോകുന്നത്. നമ്മുടെ വഴിയെ നമ്മുടെ ഒരു കസിനും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആലപ്പുഴ കഴിയാറായി. അപ്പൊ നമുക്ക് വിശേഷമൊക്കെ ബാക്കി വഴി അറിയാം. അങ്ങനെ പോകും വഴി ഞാൻ നല്ല രീതിക്ക് ടയേർഡായി ഗായ്സ്. വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് എനിക്കൊരു നാരങ്ങയൊക്കെ മേടിച്ചു തന്നു. ദേ കണ്ടില്ല ഗായ്സ് എൻ്റെ കയ്യിരിക്കുന്നത്. അങ്ങനെ ഒരു നാരങ്ങയും കിറ്റുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ചേട്ടനെ കാണാൻ ആകാംക്ഷയോടെ പോയത്. ഞങ്ങൾ ജസ്റ്റ് ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ചേട്ടൻ വിളിച്ച് 2-3 തവണയായിട്ട് ഞാൻ ഇനി ടാക്സി വിളിച്ച് തിരിച്ച് വരേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് സ്പീഡിൽ ചേട്ടനെ കാണാനുള്ള ആകാംക്ഷയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കാനും 1-2 പ്ലെയിനൊക്കെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ചേട്ടനും കസിൻ ചേട്ടനൊക്കെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു, ചേട്ടൻ വന്ന പ്ലെയിനിൻ്റെ തിരിച്ചു പോകാറായി. സൗദിയിൽ നിന്ന് ഇവിടം വരെ കേരളത്തിൽ വരാൻ ഇത്ര നേരം എടുത്തില്ല, നമ്മൾ വിളിക്കാൻ പോകാനാണ് ഇത്രയും ടൈം എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ഇപ്പം തന്നെ 2-3 തവണ വിളിച്ചു. ഞാൻ ടാക്സിക്ക് അങ്ങോട്ട് വരേണ്ടി വരുമോ, നിങ്ങളുടെ ലൊക്കേഷൻ പറ, ഞാൻ അങ്ങോട്ട് വരാമില്ല, ഞാൻ ഡയറക്റ്റ് വീട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ആകെ കലിപ്പെട്ടിരിക്കുക. കാരണം അവർക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ ചേട്ടൻ നല്ല ടയേർഡാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 മിനിറ്റോളമായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ചേട്ടൻ്റെ വായിരിക്കുന്ന കേൾക്കാം എന്നുള്ള രീതിക്ക് ഞങ്ങളവിടെ എത്തി. അത് വരുന്നിടത്ത് വെച്ച് കാണത്തെയാണെന്ന രീതിക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചേട്ടനെ നോക്കുകയാണ്. അപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞായിരുന്നു A12 കാണും, അല്ലെങ്കിൽ A10 ആ ഒരു പോർഷനിലാണ് അവിടെ വെയിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ A1 പാസ് ചെയ്തു, A2 പാസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ചേട്ടനെ കണ്ടു. ആ ക്ഷീണവും പരിഭവമൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ ഓരോ ചായ വെച്ച് ഒരു ബർഗറും വെച്ച് കഴിച്ചു. ഒരു ചായക്ക് 60 രൂപയായി ഗായ്സ്. അവിടെ ഞങ്ങൾ നേരെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം തിരക്കൊക്കെയുള്ള ഒരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് അവിടുത്തെ ചിക്കൻ സൂപ്പാണ്. വളരെ ഹോട്ടും സ്പൈസി ആയിട്ടുള്ള ഈക്വലി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പായിരുന്നു അത്. അപ്പോൾ അനിയൻ ചേട്ടൻ അങ്ങനെ 1.5 വർഷത്തിന് ശേഷം നാട്ടിൽ വന്നതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ചേട്ടൻ ഒരു നാടൻ രീതിക്കുള്ള ഫുഡ് കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് നമ്മൾ സീ ഫുഡ് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സീ ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കിയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നത്. അങ്ങനെ നമ്മൾ 3 പ്ലേറ്റ് ഊണാണ് ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, എനിക്ക് പോകുന്ന വഴിക്ക് ചെറിയ വോമിറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ചപ്പാത്തീസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 ചപ്പാത്തീസാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇവർക്ക് സീ ഫുഡിൻ്റെ ഒരു പ്ലേറ്റ് ആയിരുന്നു. അവരിങ്ങനെ ഒരു പ്ലേറ്റ്, അതായത് ആ പ്ലേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 700, ആ ഒരു 770 ആ ഒരു റേഞ്ച് വരുമായിരുന്നു റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കപ്പ, പിന്നെ കപ്പ കൂടാണ്ട് ഒരു 7 ഐറ്റംസ്. അത് അതായത് പ്രോൺസ് ഉണ്ടായിരുന്നു, കണവ ഉണ്ടായിരുന്നു, ചെറിയതൊരു മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ കക്കാർച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ്. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള വേർത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു അത്. നമ്മുടെ ഊണും സദ്യ പോലെ തന്നെയായിരുന്നു. പായസം പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ റേറ്റ് വരുന്നത് ഇത്രയും ഐറ്റത്തിന് 1596 ആണ്.
വെള്ളിപ്പൊക്കം ബണ്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്നു, നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി വന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നമ്മൾ പോയതാണ്. കാണുന്നതാണ് ഗൈസ് പാതിരാമണൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ്. അങ്ങനെ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. കാരണം കുഞ്ഞിനെ 1 മന്തിന് ശേഷം മീറ്റ് ചെയ്യാൻ പോകണം. കുഞ്ഞിനെ ആദ്യമായിട്ട് കാണാം കേട്ടോ. കുഞ്ഞിന് 30 ദിവസം തന്നെയാണ് ചേട്ടൻ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ബാക്കി വീഡിയോ വഴിയേ കാണാം.